ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം അവണി, യു വാച്ചിങ് അവണി ഹൗസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു TVM ലാസ്റ്റ് ഡേ, ബട്ട് ഇത് അതിൻ്റെ അടുത്തൊരു ദിവസമായിരുന്നു. ഇതാണ് ശരിക്കും ലാസ്റ്റ് ഡേ, സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, ആ വീഡിയോയും ഈ വീഡിയോയും കൂടെ. പിന്നെ ഞാനത് രണ്ടായിട്ടാണ് എഡിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു ചെറിയ വ്ളോഗാണ് ഇത്. പിന്നെ നോക്കുമ്പോൾ നമുക്കൊരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്ത് അങ്ങനെ ഭയങ്കര പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ക്ഷമിക്കാം. പിന്നെ ഗൈസ്, നമ്മൾ മന്തി കഴിക്കാനായിട്ടാണ് പോയത്. മന്തി കഴിക്കാൻ പോയത് ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മറന്നുപോയി. ഓക്കെ, സ്പേസ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, അവിടെയാണ് ഞങ്ങൾ മന്തി കഴിക്കാൻ പോയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഇവരൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ഫുഡൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേ നേരം വെളിയിൽ വെയിറ്റ് ചെയ്തു, കാരണം ഒത്തിരി ലേറ്റായിരുന്നു ഫുഡ് വരാനും. ഓൾറെഡി അവിടെ സ്പേസ് ഇല്ലായിരുന്നു നമുക്കകത്തിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലീൻ ചെയ്തിട്ടേ നമുക്കിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെളിയിലായിരുന്നു. എന്നാലും നമ്മളവിടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ സമയം അങ്ങനെ അങ്ങ് പോയി. എന്തായാലും എൻജോയ് ചെയ്തു. ഹായ് ഗായ്സ്. ഒരു ഹായ് പറ. ഹായ്. വൺസ് മോർ ഹായ്. ഗൈസ്, ഇതാണ് ഫുൾ എ പ്ലസ്. ഫുൾ എ പ്ലസ് പഠിപ്പി. യാ ഹായ്. ആന്തരുത് ഹേയ് തമിഴ് പയ്യൻ. അങ്ങനെ ഒത്തിരി നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം അകത്തൊരു സീറ്റെങ്കിലും കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്നിരുന്നത്. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ നോട്ട് പാഡൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുറേ എന്തൊക്കെയോ എഴുതിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും തോന്നുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും കൊള്ളായിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കോപ്പിറൈറ്റ് കിട്ടും. സോ അതാണ് ഞാൻ ഇതിനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. സെലിബ്രിറ്റി ചാനൽ നെയിം. പിന്നെ കേസ് ഇതാണ് വൈക. ഒരു മാസമായിട്ടാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കമ്പനി ചെയ്ത് ഇവളും പിന്നെ വേറെ കുറേ പേരുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ അവരിലെല്ലാവരും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ മുകളിലൊക്കെ അതാ ഇങ്ങനെ ഭയങ്കര ഒരു വെറൈറ്റി. ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം. അവിടെ ഒരു ട്രീയുടെയൊക്കെ ഷേപ്പിലൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഇരുന്ന ആ ഒരു സൈഡിലും അവിടെ ഫുള്ള് ഇതെനിക്ക് നോട്ട് പാഡ് കൊണ്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. എന്തായാലും കൊള്ളാം, നല്ലൊരു ആംബിയൻസാണ്. മുന്നേ ഇത് കണ്ടവർക്ക് ഇത്ര ഒരു ഇതായിട്ട് തോന്നില്ലായിരിക്കാം മേ ബി. പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ അങ്ങനെ. കൊള്ളാം, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ മന്തി എന്തിക്കാണ് സുഹൃത്തുക്കളെ. പിന്നെ ഒന്നും നോക്കിയില്ല, വന്നപ്പോഴെല്ലാവരും ഫുഡ് കഴിച്ച് തുടങ്ങി. കാരണം നമ്മൾ കുറേ ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നതും. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും പിന്നെ നല്ലപോലെ കഴിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല ഗൈസ്. ബാക്കി എല്ലാരും കഴിച്ചു. ഓ ശരി ശരിയാ. അതെ അതെ, ഇത് മയോനൈസ് ഗേൾ. കേരളത്തിന്റെ അവസ്ഥയാണ് ഗൈസ്. എവിടെ ഒരു ഇതുണ്ടോ അവിടെ തുണി വരും. Say something. Hello guys, welcome back to my YouTube channel. Yeah guys, wow ആയിട്ടുണ്ടല്ലേ. Wow, നമ്മൾ മന്തി കഴിച്ചു guys. So elegant, so beautiful, just looking like a wow. Yeah guys. So beautiful, so elegant.
ക്രിഞ്ച് ക്രിഞ്ച് മാക്സ്. പിന്നെ കേസ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അവിടെ ഒരു പാർക്കിലോട്ടൊന്ന്. പാർക്കാണെന്ന് തോന്നുന്നു. പാർക്ക് തന്നെ. ഇനി ഞാൻ മെയിൻ ബ്ലോഗറാണ്. എന്താ ഞാനാണ് എല്ലാവരും ബ്ലോഗ് ചെയ്യണം. സോറി, ആരെ കടിക്കണം എന്ന് പറയണ കാര്യമൊക്കെ. ആരെയും തലയൊന്നും കിട്ടിയില്ല. കാണുക നമ്മുടെ സുബിനിക്ക മണ്ടേ കയറി. വെള്ള പാൻറ് ഇട്ടുകൊണ്ടാണ് മണ്ടേ കയറുന്നത്. ഒന്നും നോക്കിയില്ല. സുബിനിക്ക കാലെടുത്ത് തെച്ചു. എന്നാടാ ഫുൾ എ പ്ലസ്? എന്താ ഇതാടാ നമ്മുടെ ക്ഷേത്ര പാലം ചേട്ടൻ തൂക്കിയെടുത്ത് താഴെ അറിയാൻ വന്നു. പുള്ളപ്പെടുക്കുന്ന ആനി, ഓഫ്കോഴ്സ് ആനി, പുള്ളപ്പെടുക്കുന്ന ആനി. കണ്ട പുള്ളപ്പ പുള്ളിക്കാരി വേറെ പുള്ള പുതു ലെവല്. ഉണ്ടാക്കി കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? എല്ലാവരും കണ്ട പറ്റിയാ അറിഞ്ഞൂടാ. ഹലോ ഗായ്സ്, നിങ്ങളെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നത് ആ ബ്ലോഗർ. മരത്തിന്റെ ഉണ്ടൊരാള് ഫുൾ ഓർണ എയറിലാണ് പുള്ളിക്കാരി. താഴെ ഇറക്കിയിട്ടില്ല അവള്, എയറിലാണ്. പിന്നെ പുള്ളിക്കാരിയുടെ കൂടെ ഉള്ള വ്ളോഗേഴ്സ് ആണ് ഇതൊക്കെ, പുതിയ വ്ളോഗേഴ്സാ. വൈഗ വ്ളോഗർ, ഫുൾ എ പ്ലസ് വ്ളോഗർ, പഠിപ്പി ഓഫ് കോഴ്സ്. എനിക്കറിയാം. അയ്യോ, ഈ വ്ളോഗറിന്റെ പേരെന്തായിരുന്നു? ആവണി വ്ളോഗറിന്റെ ആണ് ഇതല്ല. ക്ഷേത്രപാലൻ വ്ളോഗറല്ല, ഒരു മാന്യമായ ചേട്ടനാണ്. അല്ലെങ്കിൽ അടി കിട്ടും. പിന്നെ ഒന്നും പറയാനില്ല. സുബിനിക്ക ആണ് ഇക്ക, നമ്മുടെ ഇക്ക മുത്തിക്ക. ഇത് ആനി വ്ളോഗർ, പേര് പറഞ്ഞ ആനി വ്ളോഗർ. ഇത് ഫുൾ ടൈം ഓൺ വ്ളോഗാണ്. കാര്യമൊക്കെ ഉണ്ട്. കണ്ട 3 കുരങ്ങന്മാർ കണ്ടുപിടിച്ചു. അതാ ഞാൻ നോക്കിയേ, ഞാൻ പൊട്ടിപ്പോയി. ഈ അടിയിട്ടൊക്കെ അവനിയുടെ ഹൗസ് വേൾഡിനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അവള് പറയാൻ പറഞ്ഞു. ബാക്കി എന്താ പറയാൻ പറഞ്ഞു? എന്നെ ഒരു മിനിറ്റ് ഇരുത്തി പഠിപ്പിച്ചതാണ്. കഷ്ടപ്പെട്ട് ഞാൻ പറയാണ്. എന്താ പറയാ? ബെല്ലൈക്കൺ അടിക്കണം. എവിടെയാണെങ്കിലും അടിക്കണം. ബാക്കി എന്താ പറയാ? ചേച്ചി എന്നെക്കാളും ഇളയതാണ്, എന്നിട്ട് എന്നെ ചേച്ചി വിളിക്കുന്നില്ല. 18. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. എസ്തെറ്റിക് ബോയ്. പസങ്ങൾ നീയേ തമിഴ് മറന്ന. ഹായ് ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. പിന്നെ ആര് വരും? ഒറ്റയ്ക്ക് നിർത്താൻ മതി. ഇവര് പറയണമെന്ന് കേൾക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പത്തേക്കിനും ബൈ ബൈ.